ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു അടിപൊളി ഹെയർ മാസ്ക് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഹെയർ മാസ്ക് ആണ്. അപ്പോൾ ഇത് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മുടി തിക്കാവാനും അതേപോലെ തന്നെ ഷൈൻ കിട്ടാനൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഹെയർ മാസ്ക് ആണ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തലേ ദിവസം ഇതൊന്ന് അപ്ലൈ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ മുടി നല്ല സിൽക്കി ആൻഡ് ഷൈനായിട്ട് കിടക്കും കേട്ടോ. അപ്പോൾ നമുക്ക് അധികം വൈകിക്കുന്നില്ല, എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിന് 3 സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. മുട്ടയുടെ വെള്ള, പിന്നെ അലോവേര ജെൽ ഫ്രഷ് ആയിട്ട് കിട്ടുമെന്നുണ്ടെങ്കിൽ അതെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതായാലും യൂസ് ചെയ്യാം. പിന്നെ കുറച്ച് കോക്കനട്ട് ഓയിൽ, കാസ്റ്റർ ഓയിലോ ആൽമണ്ട് ഓയിലോ ഒലിവ് ഓയിലോ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യാം. ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അലോവേര ജെൽ നമുക്ക് ഫ്രഷ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കട്ട് ചെയ്തിട്ട് വരാം. നമ്മുടെ വീട്ടിൽ തന്നെ ഫ്രഷ് ആയിട്ട് അലോവേര ഉണ്ട് കേട്ടോ. കുറേ ഇവിടെ കാട് പിടിച്ച പോലെ ഉണ്ടായതാണ്. പിന്നെ മഴ ആയതുകൊണ്ടും പിന്നെ പാമ്പിൻ്റെ ശല്യമൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ വീടൊക്കെ കുറേ ക്ലീൻ ആക്കിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ അലോവേരയുടെ ഒക്കെ നമ്മൾ വെട്ടി കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് നമ്മൾ ഇവിടെ നിർത്തിയേക്കുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് മൂത്തൊരു അലോവേരയുടെ തണ്ട് നോക്കിയിട്ട് ഞാൻ എടുക്കാം കേട്ടോ. പിന്നെ ഇത് താഴെ ആയതുകൊണ്ട് തന്നെ നിറച്ച് ചെളിയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. നിങ്ങൾക്കിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണുള്ളതെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി. ഇതാവുമ്പോൾ നല്ലപോലെ കഴുകിയിട്ട് വേണം കേട്ടോ യൂസ് ചെയ്യാനായിട്ട്. പിന്നെ ഇത് കുറച്ച് നേരം ഞാൻ ഇങ്ങനെ വെക്കുന്നുണ്ട്. കാരണം ഇങ്ങനെ വെക്കുമ്പോഴേക്കും അതിലത്തെ ഒരു ചറമുണ്ട്, ഒരു യെല്ലോ കളറിലെ ഒരു ചറം. അതുണ്ടെങ്കിൽ ചിലർക്ക് ചൊറിച്ചിൽ വരുമെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അത് കളഞ്ഞിട്ടാണ് മുഖത്താണെങ്കിലും തലയിലാണെങ്കിലും അപ്ലൈ ചെയ്യുന്നത്. കുറച്ച് നേരം ഇങ്ങനെ ചാരി ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോൾ ആ ഒരു പേപ്പറിലാണെങ്കിൽ അതിൻ്റെ ചറം വീണ് കിടക്കുന്നത്. ഇത്രയും അലോവേര ജെല്ലാണ് എനിക്ക് അതിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് മുടിയുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് അലോവേര എടുക്കാം കേട്ടോ. ഞാനൊരു മുട്ടയുടെ വെള്ള മാത്രം എടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ മുടിയിൽ ഓയിലി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ സ്കിപ്പ് ചെയ്യാം. ഓയിലല്ലാണ്ട് ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ നല്ലപോലെ എല്ലാം കൂടി മിക്സായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ മുടിക്കൊരു ഇങ്ങനെ കട്ടി പോലെ ഒട്ടി പിടിച്ചിരിക്കണ പോലെയൊക്കെ തോന്നും. പക്ഷെ നമ്മളെല്ലാവിടെയും തേച്ച് കൊടുക്കണം കേട്ടോ. ഒട്ടിയിരുന്നാലും നമ്മൾ മുടിയിലും നമ്മുടെ തലയൊട്ടിയിലും നമ്മുടെ മുടിയുടെ തുമ്പത്ത് വരെയൊക്കെ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം മുടിക്ക് നല്ലതാണ്. പിന്നെ തലയൊട്ടിയിൽ നമ്മൾ തേച്ച് പിടിപ്പിക്കും. മുടിയുടെ റൂട്ടിനൊക്കെ നല്ലതാണ്. മുടിയുടെ റൂട്ടൊക്കെ സ്ട്രോങ് ആവാനായിട്ടൊക്കെ നല്ലതാണ്. പിന്നെ അലോവേര നമ്മുടെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്നതെന്നറിയാം. പിന്നെ മുട്ടയാണെങ്കിലും നല്ലതുപോലെ മുട്ട പ്രോട്ടീനാണ്. അപ്പോൾ നമ്മുടെ മുടിക്ക് നല്ലതുപോലെ സ്ട്രെങ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇത് ഇടയ്ക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ്. ഞാൻ എൻ്റെ ഒരു +2 ടൈമിലൊക്കെ സ്ഥിരമായിട്ട് ഇത് യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. പിന്നെ കുറച്ച് ജോലിയായി, പിന്നെ മാരേജൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അതങ്ങോട്ട് പതിയെ നിന്നു. പക്ഷേ ഇനിയിപ്പോൾ എൻ്റെ മുടിയൊക്കെ കുറേ ഡാമേജ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഓരോ പരീക്ഷണത്തിലാണ്. ഞാൻ പണ്ട് യൂസ് ചെയ്തിരുന്ന സാധനങ്ങൾ തന്നെ പിന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മുടി പഴയതുപോലെ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ എനിക്ക് നല്ല റിസൾട്ട് തന്ന പാക്കുകളാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ മുടി നല്ലതുപോലെ ഇങ്ങനെ മസാജ് ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യാൻ. ഞാൻ എപ്പോഴും പറയുന്നതാണ്. കാരണം നമ്മൾ മുടിയിൽ എന്ത് അപ്ലൈ ചെയ്താലും നല്ലതുപോലെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം. മസാജ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുടിക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂടിയിട്ട് ഹെയർ ഗ്രോത്തിനൊക്കെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ എന്തായാലും ഇത് ഓരോന്ന് അപ്ലൈ ചെയ്യുമ്പോഴായാലും ഇപ്പോൾ നമ്മൾ രാത്രി കിടക്കുമ്പോഴായാലും ജസ്റ്റ് ഒന്ന് തല മസാജ് ചെയ്ത് കിടന്നു പോയി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മുടിക്ക് നല്ലതാണ് കേട്ടോ മസാജിങ്. അപ്പം ഞാൻ മുടിയിൽ ഫുള്ള് അപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ മുടി ഒന്ന് കെട്ടി വെക്കുകയാണ്. എന്നിട്ട് ഒരു 45 മിനിറ്റ്സ് അല്ലെങ്കിൽ 30 മിനിറ്റ്സ്, മിനിമം ഒരു 30 മിനിറ്റ്സ് എങ്കിലും വെക്കണം. നമ്മുടെ മുടിയിൽ നല്ലതുപോലെ ഡ്രൈ ആയിട്ട് നല്ലതുപോലെ അബ്സോർബായിട്ട് മാത്രം നമ്മൾ കഴുകി കളയാൻ പാടുള്ളൂ കേട്ടോ. അപ്പം ഇതൊന്ന് ഡ്രൈ ആയിട്ട് വാഷ് ഓഫ് ചെയ്തിട്ട് വരാം കേട്ടോ. ഞാൻ ഹെയറൊക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വാഷ് ചെയ്യുമ്പോൾ ഞാൻ നോർമൽ വാട്ടറിലാണ് വാഷ് ചെയ്തത്. പിന്നെ അങ്ങനെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്മെല്ലായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു മൈൽഡായിട്ട് ഷാമ്പു യൂസ് ചെയ്ത് വാഷ് ചെയ്ത് കളയാം. ഇതൊരു കണ്ടീഷണറും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഹെയറിന് വേറെ ഷാമ്പൂ ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും മണം അങ്ങനെ എന്തെങ്കിലും തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഷാമ്പൂ ഇട്ടൊന്ന് വാഷ് ചെയ്താൽ മതി. ഇത് ഹെയറിന് നല്ല അടിപൊളിയാണ്. ഹെയർ തിക്കാവാനായിട്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വീക്കിലി ഒരു വൺസ് എങ്കിലും നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ നല്ല രീതിയിൽ തിക്കാവുകയും സ്ട്രോങ് ആവുകയൊക്കെ ചെയ്യും കേട്ടോ. പിന്നെ ഇതിൽ
എല്ലാം അലോവേര ആണെങ്കിലും എഗ്ഗ് ആണെങ്കിലും ഓയിലാണെങ്കിലും എല്ലാം നമ്മുടെ മുടി നറിഷ് ചെയ്യാനും അതുപോലെ തന്നെ മുടിക്ക് നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ കൊടുക്കാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് ഞാൻ ഇന്ന് വരുന്നതായിരിക്കും. ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ.